മലയാള സിനിമയിലൂടെ സിനിമാരംഗത്ത് സജീവമായ നടനാണ് കമലഹാസൻ. എപ്പോഴും മലയാളത്തെ സ്നേഹിക്കുന്നു. സിനിമ മാത്രമല്ല, ഇവിടുത്തെ രാഷ്ട്രീയ നേതാവായ EMSനെയും പിണറായിയും അടക്കം നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന കലാകാരനാണ് കമലഹാസൻ. ഈയിടെ കമലഹാസൻ നായകനായ തഗ് ലീഫ് എന്ന സിനിമയിൽ അഭിനയിക്കാൻ മലയാളത്തിൻ്റെ നടനും നിർമ്മാതാവുമായ ജോജു ജോർജ് ചെന്നു. അവിടെ ചെന്നപ്പോൾ കമലഹാസനും ജോജും തമ്മിലുണ്ടായ സെറ്റിലുണ്ടായ വേദനിപ്പിക്കുന്നതും സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരടി കൊടുത്താലും മറക്കില്ല, ഒരു ഉരുള കൊടുത്താലും മറക്കില്ല എന്നൊരു പഴമൊഴിയുണ്ട്. ഇവിടെ ചിലരെക്കുറിച്ച് അങ്ങനെ തന്നെ ഇപ്പോഴും പറഞ്ഞു. കമലഹാസനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കമലഹാസൻ വളരെ ബാലനടനായി ഇവിടെ വന്നിട്ടുള്ളതാണ്. പിന്നെ നായകനായി കന്യാകുമാരിയുടെ നായകനായി വന്നു. മലയാളം മലയാളിയേക്കാൾ മനോഹരമായി സംസാരിക്കും എന്നും മലയാള സിനിമയെയും മലയാളികളെയും പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ EMS ശരിക്കും കമലഹാസന് കാണപ്പെട്ടൊരു ദൈവം തന്നെയായിരുന്നു. ഇപ്പോഴിതാ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവും കമലഹാസൻ്റെ ഏറ്റേറെ പ്രിയപ്പെട്ട നേതാവാണ്. അപ്പം അങ്ങനെ രാഷ്ട്രീയവും സിനിമയും ജനങ്ങളെയും ചേർത്ത് പിടിച്ചു നടക്കുന്ന കമലഹാസൻ മലയാളത്തിൽ സംവിധായകരെയും അഭിനേതാക്കളെയും തൻ്റെ കൂടെ അഭിനയിപ്പിക്കാനും കൂടെ കൊണ്ടുനടക്കാനും തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മലയാളി അത്രയും സ്നേഹമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. അങ്ങനെയുള്ള കമലഹാസൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് മണിരത്നം സംവിധാനം ചെയ്യുന്ന തഗ് ലൈഫ്. അപ്പോൾ മണിരത്നമാണ് ചെയ്യുന്നത്, നായകൻ കമലഹാസനാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് ചില പ്രത്യേകത ഉണ്ടായിരിക്കും. അപ്പോഴെന്താ അതിൽ പ്രധാന വേഷം കമലഹാസന് കഴിഞ്ഞാൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നത് മലയാളത്തിലെ നടനും നിർമ്മാതാവും സംവിധായകനുമായ ജോജു ജോർജാണ്. ഇത് ജോജു ജോർജ് എന്ന് പറയുമ്പോൾ നിങ്ങളെന്താ ഒരു കള്ളച്ചിരിയൊക്കെ വരുന്നേ? അയ്യോ, ജോജു ജോർജ് മോശപ്പെടുത്താനല്ല, അല്ല, അതും മനസ്സിലായി. ജോജു ജോർജ് പ്രശ്നക്കാരനാണ്. ഈ പ്രശ്നക്കാരൻ മറ്റൊരു പ്രശ്നക്കാരനായ കമലഹാസൻ്റെ കൂടെ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ഉണ്ടായ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി നിങ്ങളൊരു ചിരിയിലൂടെ കാണിച്ചു തന്നു. അങ്ങനെ ഒരു മുൻവിധിയില്ല. ജോജു ജോർജ് ചില ഇടാക്കൂടങ്ങളിൽ ചെന്ന് പെട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു വശം മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, അറിഞ്ഞിട്ടുള്ളത്. ജോജു ചെയ്ത് തെറ്റാണെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ ഞാൻ അത് നിഷേധിക്കും. ജോജു അങ്ങനെയൊന്നും തെറ്റുകൾ ചെയ്യുന്ന ഒരാളല്ല. ചിലപ്പോൾ ചോദ്യം ചെയ്തേക്കാം, സിനിമാ സ്റ്റൈലിൽ ചില ചോദ്യങ്ങൾ ചെയ്തേക്കാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരാൾ ചോദിച്ചു, അല്ല, തൃശ്ശൂരിൽ ജോജുവിൻ്റെ സ്വന്തം പടമായ പണിയിലെ ഷൂട്ടിങ്ങിനിടയിൽ പ്രശസ്ത ക്യാമറമാനായ വേണുവിനെ ഭീഷണിപ്പെടുത്തി പുകച്ചു ചാടിച്ചു എന്നൊക്കെയാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. വേണു ഇടക്കാലത്ത് വെച്ച് ആ സിനിമയിലെ ഛായാഗ്രഹണം അവസാനിപ്പിച്ചു എന്ന് എനിക്കറിയാം. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട്. അത് സിനിമയ്ക്കുള്ളിൽ ചില പ്രശ്നങ്ങളാണത്. അതൊരു വൺ സൈഡ് മാത്രം കേട്ടിട്ട് നമ്മൾ വിലയിരുത്തുന്നതും ശരിയാവില്ല. എന്തായാലും ജോജു പണി പൂർത്തിയാക്കി. പലർക്കും പണി കൊടുത്തോ എന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയില്ല. ആ പടത്തിനെക്കുറിച്ച് വിമർശനമുണ്ടായി, കുറേ പേര് കണ്ടിട്ടുണ്ടായി. ആദ്യ സംവിധാനം തന്നെ വിജയിച്ചു എന്നാണ് പറയുന്നത്. അതിന് നിർമ്മാതാവ് കൂടിയാണ് ജോജു ജോർജ്. ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുക. തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ ഉണ്ടായ ചില സംഭവങ്ങളുണ്ട്. അതായത് കമലഹാസൻ എത്രയോ സീനിയർ ആർട്ടിസ്റ്റാണ്. കമലഹാസൻ്റെ ഒരു കൈ പിടിക്കാൻ, ഒരു മൊത്താൻ, ഒരു കെട്ടിപ്പിടിക്കാനൊക്കെ ആഗ്രഹിക്കാത്തവർ കുറവായിരിക്കും. അപ്പോൾ ജോർജ് ഇങ്ങനെ അഭിനയിക്കാൻ സെറ്റിൽ ചെന്നപ്പോൾ രാവിലെ കമലഹാസൻ വന്നു. കമലഹാസൻ പറഞ്ഞു, ഗുഡ് മോർണിംഗ് സാർ, ഐ ലവ് യു എന്നൊക്കെ ജോർജ് പറയുന്നുണ്ട്. അപ്പോൾ ജോർജ് വിചാരിച്ച് സെയിം ടു യു എന്നൊക്കെ പറയുന്നു വിചാരിച്ചു. കമലഹാസൻ മൈൻഡ് ചെയ്തില്ല. കമലഹാസൻ്റെ കാര്യം വെച്ച് പോയി. പിറ്റേ ദിവസം ഇങ്ങനെ തുടർച്ചയായിട്ട്. എന്നാലും ജോർജ് തോറ്റു മടങ്ങാൻ തയ്യാറായില്ല. എപ്പോഴെങ്കിലും കമലഹാസനെ കൊണ്ട് ഇത് തിരിച്ച് പറയിപ്പിക്കണം എന്നെ വിചാരിച്ച്. പക്ഷെ കമലഹാസൻ വിട്ടുകൊടുത്തില്ല. ജോർജ് എത്ര ദിവസം ഐ ലവ് യു പറഞ്ഞോ അത്രയും ദിവസം മൈൻഡ് ചെയ്യാതെ കമലഹാസൻ പോയി.
അപ്പം അങ്ങനെ വരുമ്പോൾ ഞാനായാലും നിങ്ങളായാലും മറ്റുള്ളവരും എന്താ വിചാരിക്കും, ഇവന് എന്തൊരു അഹങ്കാരമാണപ്പോൾ, ഇങ്ങനെയുണ്ടോ അഹങ്കാരം, നമ്മളൊക്കെ സിനിമ കണ്ടിട്ടല്ലേ ഇവർ വളർന്നത് എന്നൊക്കെ ചോദിക്കും. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ ചെന്നപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്. കമലഹാസൻ വിശാല മനസ്കനാണ്, ദൈവമില്ല എന്ന് വിശ്വസിക്കുകയാണെങ്കിലും മനുഷ്യരോടുള്ള സ്നേഹം കാണിക്കുന്ന ആളാണ്, എങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇപ്പം എന്താ ഇങ്ങനെ എന്നൊക്കെ ഉള്ളാലേ ജോജിയും വിചാരിച്ച് കാണും തീർച്ചയായിട്ടും. പക്ഷേ ഞാൻ പറയുന്നതിനേക്കാൾ രൂക്ഷമായിട്ടാണ് പറയുക, ഇത്രയും ദിവസമായിട്ടൊരു മൈൻഡ് ചെയ്തു. ഒന്നുകിൽ അദ്ദേഹത്തിനെ പോലെ ഒരു അഭിനേതാവല്ലേ ഞാൻ, അഭിനേതാവ് മാത്രമോ നിർമ്മാതാവാണ്, സംവിധായകൻ, ഇതൊക്കെയുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ട് ഇങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ച് ഇത്തിരി വിഷമവും ദേഷ്യമൊക്കെ തോന്നി. ഈ അഭിനയമൊക്കെ കുഴപ്പമുണ്ടായില്ല. കാരണം മണിരത്നം അല്ലേ, മണിരത്നം സാധാരണ ഒരു ആർട്ടിസ്റ്റിൽ നിന്ന് താൻ വിചാരിച്ചത് എന്താണ് അതിങ്ങനെ ഊറ്റിയെടുക്കും. അതാണ് മണിരത്നത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ ചില സംവിധായകർ നമ്മുടെ മലയാളത്തിലുണ്ട്. അപ്പോൾ ആരെ കൊണ്ടായാലും തൻ്റെ കഥാപാത്രത്തിന് അനുയോജ്യമായ രീതിയിലുള്ള എല്ലാ സത്തകളും ഇങ്ങനെ ഊറ്റിയെടുത്ത സംവിധായകൻ, അത് ജോജുവിൽ നിന്ന് ഊറ്റിയെടുത്തു. ഇതൊക്കെ കമലഹാസൻ കാണുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഒരു ഫങ്ഷൻ ചെറിയൊരു ഫങ്ഷൻ വരികയാണ്. ആ ഫങ്ഷൻ വരുമ്പോൾ കമലഹാസൻ സംസാരിക്കാൻ എണീറ്റു. കമലഹാസൻ പറഞ്ഞത് മുഴുവനും ജോജുവിനെ കുറിച്ചായിരുന്നു. എനിക്ക് ജോജുവിനെ അറിയില്ല, പക്ഷേ ജോജുവിനെ കുറിച്ച് അഭിനയിക്കാൻ വന്ന ജോജുവിൻ്റെ ഇരട്ട എന്ന സിനിമ ഞാൻ കണ്ടു. ഇരട്ട സിനിമ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ജോജുവിൻ്റെ ആരാധകനായി, അത്ര ഇഷ്ടപ്പെട്ടു. കാരണം അതിൽ 2 ഇരട്ട സഹോദരന്മാരെയാണ് ജോജു അവതരിപ്പിച്ചിട്ടുള്ളത്. 2 പേരും പോലീസ് ഉദ്യോഗസ്ഥന്മാരാണത്. അതിൻ്റെ സംഘർഷങ്ങൾ, അതിൻ്റെ ദുഃഖങ്ങൾ, അതിൻ്റെ ട്രാജഡികൾ എല്ലാം വളരെ വ്യത്യസ്തമായി തന്നെ ജോജു അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമാണ്. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ജോജു ഇരിക്കുക എൻ്റെ അടുത്തുണ്ട്. ജോജു ഞെട്ടും. കാരണം ജോജു ഇവിടെ വന്നേ മുതൽ എല്ലാ ദിവസവും എന്നെ കാണുമ്പോൾ എണീറ്റ് നിന്ന് ഐ ലവ് യു സാർ എന്ന് പറയാറുണ്ട്. ഞാൻ മൈൻഡ് ചെയ്യാതെ പോകാറാണ് പതിവ്. ജോജു അപ്പോൾ എന്നെക്കുറിച്ച് എന്തായിരിക്കും മനസ്സിൽ വിചാരിക്കുക എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കാരണം അത് കോമണാണ്, എല്ലാവർക്കും തോന്നാവുന്നത്. ഞാനൊരു ധിക്കാരിയാണ്, ഞാൻ അഹങ്കാരിയാണ്, സഹ ആർട്ടിസ്റ്റിനോട് സ്നേഹമില്ലാത്തവനൊക്കെ വിചാരിച്ച് കാണും. പക്ഷെ അതൊരു നമ്പർ തന്നെയാണ്. നമ്മളൊരാളെ കാണും എപ്പോഴും ഐ ലവ് യു എന്ന് പറയേണ്ട ആവശ്യമില്ല, എപ്പോഴും ഒരാളെ കാണുമ്പോൾ എണീറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ഒരു പ്രാവശ്യം മതി നിങ്ങൾക്ക് വേണമെങ്കിൽ, എപ്പോഴും അങ്ങനെ കാണിക്കരുത്. ഇത് ഇങ്ങനെ ഞാൻ മനസ്സിലുണ്ട്. അത് സ്നേഹക്കുറവുണ്ടായിട്ടോ ജോജുവിൻ്റെ കഴിവില്ലായ്മ കൊണ്ടോ ഒന്നുമല്ല. ജോജു കഴിവുള്ളവനാണ് എന്ന് വ്യക്തമാക്കുന്നൊരു സിനിമയാണ് ഇരട്ട. അതൊരു സംശയവുമില്ല. ആ ഒറ്റപ്പടം കൊണ്ടാണ്, ആ ഒറ്റപ്പടം കണ്ടിട്ടാണ് ഞാൻ ജോജുവിനെ സ്നേഹിച്ചതെന്നിരിക്കണം. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം പറയാം. മലയാളികളായ നിങ്ങൾ ജോജുവിനെ ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ട. ജോജു ഇപ്പോൾ പുതിയ പടം നിർമ്മിക്കും, പുതിയ സിനിമ സംവിധാനം ചെയ്യുന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ജോജുവിനെ ഇനി മലയാള സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ വിടില്ല, ഇവിടെ തന്നെ ജോജു ഉണ്ടാവുമെന്നാണ് കമലഹാസൻ കരഘോഷത്തിനിടയിൽ പറഞ്ഞത്. ഇതൊക്കെ കേട്ടിങ്ങനെ കണ്ണീരൊലിപ്പിച്ചിരിക്കും ജോജു. താൻ കാണുന്ന സ്വപ്നമാണോ അത് യാഥാർത്ഥ്യമാണോ? ഇടയ്ക്ക് സ്വന്തം കയ്യിൽ തന്നെ ജോജു പിച്ചി നോക്കി, നുള്ളി നോക്കി. വേദനയുണ്ട്, സ്വപ്നമല്ല യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് ജോജുവിൻ്റെ ഊഴം വന്നപ്പോൾ ജോജു പറഞ്ഞു, ഞാൻ നേരത്തെ കമൽ സാർ പറഞ്ഞ പോലെ തന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. ഐ ലവ് യു പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. പക്ഷേ എന്നെക്കുറിച്ച് ഇത്രയും പുകഴ്ത്തി പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നമ്മൾ സന്തോഷം കൊണ്ടാണ് ഞാൻ എൻ്റെ ഈ കണ്ണുകൾ നിറച്ചത്. ഇനി ഞാൻ നിന്ന സംവിധായക നിലയ്ക്ക്, നിർമ്മാതാവ് എന്ന നിലയ്ക്ക് പറയട്ടെ, അദ്ദേഹം എന്നെ അങ്ങോട്ട് വിടില്ല എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് വലിയ മനസ്സാണ്. അതായത് എനിക്കിവിടെ കുറേ കൂടി നല്ല റോളുകൾ തന്ന് എന്നെ തമിഴ്നാട്ടിലെ തമിഴ് സിനിമയിലെ ഒരാളാക്കി മാറ്റുമെന്നാണ് പറഞ്ഞത്. ഞാൻ തിരിച്ചു വേറൊരു കാര്യം കൂടി പറയുന്നു. എൻ്റെ മനസ്സിൽ, എൻ്റെ സങ്കല്പത്തിൽ, എൻ്റെ സിനിമയിൽ നായകനായിട്ട് കമലഹാസൻ സാർ അഭിനയിക്കുന്നൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം ചിലപ്പോൾ പെട്ടെന്ന് നടന്നില്ല എന്ന് വരും. അങ്ങനെ നടക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വെച്ച് ചെയ്യുന്ന സിനിമ കഥാപാത്രം എന്തായിരിക്കും അറിയാമോ? കോമഡി റോളായിരിക്കും കൊടുക്കുക, കോമഡി സിനിമയായിരിക്കും എന്ന് പറയുക. അപ്പോഴും കയ്യടി, കമലഹാസൻ ചിരിച്ചു.
മലയാളി ആയാലും തമിഴിനായാലും ഹിന്ദിക്കാരനായാലും ഏത് ഭാഷക്കാരനായാലും അഭിനയത്തിന് ഭാഷയില്ല, സ്നേഹത്തിനും ഭാഷയില്ല. ഇത് തുടരട്ടെ.